നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അത് നമുക്ക് അവിടുന്ന് വാങ്ങിക്കാം. അമ്മേ, ശ്രീകുട്ടി മോൾക്കുള്ള ഓണക്കോടിയാ. കൊള്ളല്ലേ ശ്രീകുട്ടി? മുത്തശ്ശി, ഇതാ മോളുടെ ഓണക്കോടി. ഹാപ്പി ഓണം മുത്തശ്ശി. ഹാപ്പി ഓണം മോളെ. അപ്പൊ നമുക്ക് ഇവർക്കുള്ള ഓണക്കോടി കൊടുക്കാം. ഇന്ന് വന്നിടത്തെ ആദ്യം ആദിക്കും അമൃതയ്ക്കും കൊടുക്കാം. ഹാപ്പി ഓണം അച്ഛാ. ഹാപ്പി ഓണം മക്കളെ. ഹാപ്പി ഓണം അച്ഛാ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം അമ്മേ. ഇനി ആക്കി ഈ ശ്യാമ. അകിക്കും ശ്യാമയ്ക്കുള്ള ഓണക്കൊടை. താങ്ക് യു സർ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം മക്കളെ. ഹാപ്പി ഓണം. അനന്തേട്ടാ, ഈ ഓണം സന്തോഷമുള്ളതായിരിക്കട്ടെ. താങ്ക് യു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഇനി എന്റെ പ്രിയതമയ്ക്ക് ഓണക്കൊടി. ഹാപ്പി ഓണം. താങ്ക് യു. അമ്മേ, അമ്മേ, ഞാൻ വൈകിപ്പോയി. ഓണക്കോടി എനിക്കും താമേ. അച്ഛാ, നല്ലൊരു ഓണായിട്ട് എനിക്ക് ഓണക്കോടി വാങ്ങിച്ചില്ലേ? അപ്പോ എന്നെ മറന്നില്ല? ആരും മറന്നിട്ടൊന്നുമില്ല. പിന്നൊരു കാര്യം പറയാം. വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന നല്ലൊരു സന്തോഷ ദിവസം ഇന്ന്. ഇന്നൊരു ദിവസമെങ്കിലും നീ മനസ്സൊന്ന് നേരെ വെക്കണം. വെറുതെ ഇവിടുത്തെ മറ്റുള്ളവരുടെ കൂടി സന്തോഷം കളയരുത്. അയ്യോ അമ്മേ, ഞാനൊരു പ്രശ്നം ഉണ്ടാക്കില്ല. നല്ലൊരു ഓണമല്ലേ, എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കണം. അത് പിന്നെ എനിക്കറിയില്ലേ. എന്നാൽ എല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വരും. ഒരുമിച്ചിരുന്ന് സദ്യ ഉണ്ണണം. വാ. അല്ല, എല്ലാരും പോയാലോ? അല്ല, അരുണ അശ്വതി എവിടെ? ഇപ്പഴാ ഞാൻ ശ്രദ്ധിച്ചത്. അവരെവിടെയാണോ ചോദിച്ചത്? എന്റെ അമ്മ മുത്തശ്ശിക്ക് ഓണക്കോടി കൊടുക്കാൻ പോയതാ. അപ്പോ അരുണോ? അരുണങ്ങളും അമ്മയ്ക്കൊപ്പം പോയി. അതാരോട് ചോദിച്ചിട്ടാ അവരൊരുമിച്ച് പോയത്? ഇത് പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. ഐശ്വര്യ, ഞാൻ മുമ്പേ പറഞ്ഞു ഓണമാണെന്ന് ആ സന്തോഷം കളയാൻ നിൽക്കരുതെന്ന്. ഇപ്പൊ എന്റെ സന്തോഷം കളഞ്ഞ് ആരും ഇവിടെ സന്തോഷിക്കണ്ട. ഇത് അരുണും അശ്വതിയും ടൂർ പോയതാ. ഇത് പ്രീ പ്ലാനിങ്ങാ. രണ്ടാളും മാത്രം അതാ ശ്രീകുട്ടിയെ കൊണ്ടുപോകാതിരുന്നത്. എനിക്കിപ്പ അറിയണം അവരെവിടെ പോയതാ. ഐശ്വര്യ, ദേ, ബസ് വേണ്ട. ഞാൻ പറഞ്ഞതാ. നല്ലൊരു ഓണ ദിവസം. അല്ല പിന്നെ. താൻ വന്ന്. വിട്ടേക്ക്. താൻ വന്നേ. ആദി ചെല്ല്. എല്ലാരും ചെല്ല്. വസു വരാനല്ലേ പറഞ്ഞു. വാ. ചെല്ലുന്നു. ഇത് ഉണ്ണിക്കണ്ണനെ നിവേദിച്ചു. ഉണ്ണിയപ്പ കഴിക്കും. ഉണ്ണിയപ്പം എനിക്ക് വലിയ ഇഷ്ടാ. ആഹാ, എന്നെടുത്ത് കഴിച്ചോ? എല്ലാം എനിക്കാണോ? ആ, അതെ, മുഴുവനും കഴിച്ചു. എവിടുന്നോ വലിഞ്ഞേറി വന്നൊരു തെണ്ടി ചെക്കനെ ഉണ്ണിയപ്പം കൂടി തൂട്ടുന്ന കണ്ടില്ലേ? എനിക്കിപ്പൊ ഇവിടെ അത്ര ഗ്രിപ്പില്ല. ഇല്ലായിരുന്നെങ്കിൽ ഇവന്റെ സദ്യയൊക്കെ ഇപ്പൊ മുറ്റത്ത് കിടന്നേനെ. ഇവർക്കെന്നെ ഒട്ടും പിടിക്കുന്നില്ല. വരട്ടെ, നമുക്ക് നോക്കാം. ഞാനുണ്ടാക്കിയ പായസം ഉണ്ട്, എടുക്കട്ടെ? വേണ്ട, എനിക്ക് ഉണ്ണിയപ്പം മതി ശ്യാമേച്ചി. അല്ല, നീ എങ്ങനെ എന്റെ പേരറിഞ്ഞ? ശ്യാമേച്ചിന്ന് വിളിച്ചു? അത് ആ മേഡം വിളിക്കുന്ന കേട്ടു, അതാ. ഞാൻ അതോർത്തില്ല.
നല്ല ഉണ്ണിയപ്പം. മനസ്സ് നിറഞ്ഞു ശ്യാമേച്ചി. ഞാനിപ്പോ വരാവേ. ആ ദാ ഈ ഓണക്കോടി കൂടി ഇരിക്കട്ടെ. നിന്റെ പാകത്തിനുള്ള പുതിയ ഷർട്ടൊന്നും ഇവിടെ ഇരിപ്പില്ല, അതുകൊണ്ടാ. ദാ ഇത് മതി. ഈ ഓണം കേമമായി. എനിക്ക് സന്തോഷമായി. അല്ല, ഇതുവരെ ഞാൻ നിന്റെ പേര് ചോദിച്ചില്ലല്ലോ. എന്റെ പേര് കണ്ണൻ എന്നാ. കണ്ണനോ? ആ, നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. കണ്ണൻ. കണ്ണൻ എന്ന എന്റെ പേര്. കണ്ണൻ. കണ്ണാ, കണ്ണാ, ഇത്ര പെട്ടെന്ന് പോയോ? ഉണ്ണിയപ്പം ഇതെപ്പോഴാ കണ്ണനെടുത്ത്? ഞാൻ കണ്ടില്ലല്ലോ. എന്റെ കണ്ണാ, അത് നീയായിരുന്നോ? എന്തിനാ നീ നിന്റെ ശ്യാമ ഇങ്ങനെ വട്ടം ചുറ്റിക്കുന്നത്? നിന്റെ മായകളെ ഇതെല്ലാം അല്ലേ? അവളെ പായസം കുടിച്ച് വയറ് നിറഞ്ഞോ? നോക്കോ, ഇഷ്ടപ്പെട്ടോ പായസം? ആ, ഇങ്ങ് വന്നേ. അതെ, ഓണക്കോടി കൊടുത്തു, സദ്യയും കഴിഞ്ഞു. ഇനി എന്താ പ്ലാൻ? അത് സീക്രട്ടാ. ശ്യാമേച്ചിക്ക് എനിക്ക് മാത്രമേ അറിയൂ. ഓഹോ, ആഹാ, സീക്രട്ടോ? എന്താന്ന് പറഞ്ഞേക്ക്, പറ മോളെ. അത് പറയില്ല. അപ്പൊ നിങ്ങൾ അറിഞ്ഞാ മതി. കൈകൊട്ടുകളി അല്ല. എന്നാ പന്തുകളി? അതുമല്ല. എന്നാ തുമ്പിതുള്ളൽ? അതുമല്ല. ആ, കണ്ണ് കെട്ടി കല ഉടയ്ക്കും. അത് പ്ലാനിങ്ങിലുണ്ട്. അത് ലാസ്റ്റ്. പിന്നെ എന്താന്ന് പറ മോളെ. ശ്യാമേച്ചി, ഇനിയുള്ള നമ്മുടെ സ്പെഷ്യൽ പറയട്ടെ? പറഞ്ഞോ. എന്നാ എല്ലാവരും കേട്ടോ. നമ്മൾ എല്ലാവരും ഊഞ്ഞാലാടാൻ പോവാ. അപ്പോ മോക്ക് മുത്തശ്ശിയോടാ സ്നേഹം കൂടുതൽ എന്ന് പറയുന്നേ വെറുതെ അല്ലേ? ഈ ഐഡിയ ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ. അത് ശ്യാമേച്ചി ഞാൻ സർപ്രൈസ് ആക്കി വെച്ചിരുന്നതാ. അതാ പറയാത്തെ. അല്ലാതെ സ്നേഹം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലേ? അല്ല, അതിന് പകരം ഒരു സ്പെഷ്യൽ ഉമ്മ ഞാൻ മുത്തശ്ശിക്ക് തരുന്നുണ്ട്. ആഹാ, എന്നാ അത് ഇപ്പത്താ മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.